വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. നിയമാവർത്തന പുസ്തകം 23-ാം അധ്യായം. ഒരാളും തൻ്റെ പിതാവിൻ്റെ ഭാര്യയെ പരിഗ്രഹിക്കരുത്. തൻ്റെ പിതാവിൻ്റെ ഉടയാട അനാവരണം ചെയ്യരുത്. വൃഷണം ചതഞ്ഞുടഞ്ഞതോ ഛേദിക്കപ്പെട്ടതോ ആയ ഒരാൾ കർത്താവിൻ്റെ സംഘത്തിൽ പ്രവേശിക്കരുത്. ജാരസന്തതി കർത്താവിൻ്റെ സംഘത്തിൽ പ്രവേശിക്കരുത്. അവൻ്റെ 10ാമത്തെ തലമുറയുൾപ്പെടെ കർത്താവിൻ്റെ സംഘത്തിൽ പ്രവേശിക്കരുത്. അമ്മോൻകാരനോ മൊവാബുകാരനോ കർത്താവിൻ്റെ സംഘത്തിൽ പ്രവേശിക്കരുത്. അവരുടെ 10ാമത്തെ തലമുറ പോലും കർത്താവിൻ്റെ സംഘത്തിൽ ഒരിക്കലും പ്രവേശിക്കരുത്. എന്തെന്നാൽ നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു പോരുന്ന വഴിക്ക് അവർ നിങ്ങളെ അപ്പവും വെള്ളവുമായി സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, നിന്നെ ശപിക്കാനായി അവൻ അറാം നഹറായിമിലെ പെത്തോറിൽ നിന്ന് ബയോറിന്റെ മകനായ ബാലാമിനെ നിനക്കെതിരെ കൂലിക്ക് നിയോഗിക്കുകയും ചെയ്തു. എങ്കിലും നിന്റെ ദൈവമായ കർത്താവ് ബാലാമിനെ കേൾക്കാൻ മനസ്സായില്ല. നിന്റെ ദൈവമായ കർത്താവ് ശാപത്തെ നിനക്കുള്ള അനുഗ്രഹമായി മാറ്റി. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും അവരുടെ ക്ഷേമമോ നന്മയോ നീ അന്വേഷിക്കരുത്. ഏദോംകാരനെ നീ വെറുക്കരുത്, അവൻ നിന്റെ സഹോദരൻ തന്നെ. ഈജിപ്തുകാരനെ നീ വെറുക്കരുത്, എന്തെന്നാൽ നീ അവന്റെ നാട്ടിൽ പ്രവാസിയായിരുന്നു. അവർക്ക് ജനിക്കുന്ന മക്കൾ, അതായത് അവരുടെ 3ാം തലമുറ കർത്താവിന്റെ സംഘത്തിൽ പ്രവേശിച്ചു കൊള്ളട്ടെ. നിന്റെ ശത്രുക്കൾക്കെതിരെ നീ പടയായി പുറപ്പെടുമ്പോൾ എല്ലാവിധ ദുഷ്കാര്യത്തിലും നിന്ന് നിന്നെ തന്നെ സൂക്ഷിച്ചു കൊള്ളണം. നിശാസ്ഖലനത്താൽ നിന്റെ മധ്യേ ഒരാൾ ശുദ്ധിയില്ലാത്തവനായി തീർന്നാൽ അവൻ പാളയത്തിന് പുറത്തേക്ക് പോകട്ടെ. പാളയത്തിനകത്തേക്ക് അവൻ പ്രവേശിക്കരുത്. സായാഹ്നമാകുമ്പോൾ ജലം കൊണ്ട് കഴുകി സൂര്യാസ്തമയത്തോടെ അവൻ പാളയത്തിനകത്തേക്ക് വരികയും ചെയ്യട്ടെ. പാളയത്തിന് പുറത്ത് നിനക്ക് വെളിമ്പറമ്പ് ഉണ്ടായിരിക്കണം. അവിടെ പുറത്ത് നിനക്ക് വിസർജിക്കാം. നിന്റെ സാമഗ്രികളോടൊപ്പം നിനക്കൊരു കുത്തുപാരയും ഉണ്ടായിരിക്കണം. നീ വെളിക്കിറങ്ങുമ്പോൾ അതുകൊണ്ട് കുഴികുത്തുകയും തിരിഞ്ഞ് നിന്റെ വിസർജ്യം മൂടുകയും വേണം. നിന്നെ രക്ഷിക്കാനും നിന്റെ ശത്രുക്കളെ നിന്റെ മുൻപിൽ ഏൽപ്പിച്ചു തരാനും നിന്റെ ദൈവമായ കർത്താവ് നിന്റെ പാളയമധ്യേ സഞ്ചരിക്കുന്നത് കൊണ്ട് നിന്റെ പാളയങ്ങൾ വിശുദ്ധമായിരിക്കണം. അറപ്പുണ്ടാക്കുന്നത് എന്തെങ്കിലും നിന്നിൽ നിന്ന് കണ്ടിട്ട് അവിടുന്ന് നിന്റെ പക്കൽ നിന്ന് പിന്തിരിഞ്ഞു പോകാതിരിക്കട്ടെ. യജമാനന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് നിന്റെ അടുക്കൽ എത്തിയ ഒരടിമയെ അവന്റെ യജമാനന് നീ ഏൽപ്പിച്ചു കൊടുക്കരുത്. അവൻ തിരഞ്ഞെടുക്കുന്ന നിന്റെ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ അവന് യോജിച്ച ഒരിടത്ത് നിന്നോടുകൂടെ അവൻ വസിച്ചു കൊള്ളട്ടെ. അവനെ നീ പീഡിപ്പിക്കരുത്. ഇസ്രായേൽ പുത്രിമാരിൽ ആരും ദേവദാസിയാകരുത്. ഇസ്രായേൽ പുത്രന്മാരിൽ ആരും ദേവദാസനാകരുത്. വേശ്യയുടെ കൂലിയോ നായയുടെ പ്രതിഫലമോ നിന്റെ ദൈവമായ കർത്താവിന്റെ ഭവനത്തിലേക്ക് ഏതെങ്കിലും നേർച്ചയിനമായി നീ കൊണ്ടുവരരുത്. ഇവ രണ്ടും നിന്റെ ദൈവമായ കർത്താവിന് നിന്ദ്യമാണ്. പലിശയ്ക്ക് പണമോ ഭക്ഷ്യമോ എന്തെങ്കിലും സാധനമോ അത് പലിശയ്ക്ക് കൊടുക്കാവുന്നതാണെങ്കിൽ കൂടി നിന്റെ സഹോദരന് നീ പലിശയ്ക്ക് കൊടുക്കരുത്. എന്നാൽ അന്യജനത്തിന് പലിശയ്ക്ക് കൊടുക്കാം. നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്റെ സകല കരവേലയിലും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് നിന്റെ സഹോദരന് നീ പലിശയ്ക്ക് കൊടുക്കരുത്. നിന്റെ ദൈവമായ കർത്താവിന് നീ ഒരു നേർച്ച നേർന്നാൽ അത് നിറവേറ്റാൻ വൈകരുത്. നിന്റെ ദൈവമായ കർത്താവ് നിശ്ചയമായും അതിൻ്റെ കണക്ക് ചോദിക്കും. അങ്ങനെ അത് നിന്നിൽ പാപമായി പരിണമിക്കും. എന്നാൽ നേർച്ച നേരുന്നത് നീ ഒഴിവാക്കിയാൽ അത് നിന്നിൽ പാപമായി പരിണമിക്കുകയില്ല. നിന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടത് നീ സൂക്ഷിക്കുകയും പാലിക്കുകയും വേണം. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിന് നീ നേർന്നിരിക്കുന്നത് നിന്റെ അധരം കൊണ്ട് പ്രഖ്യാപിച്ച സ്വാഭിഷ്ട കാഴ്ചയാണ്. നിന്റെ അയൽക്കാരന്റെ മുന്തിരിത്തോട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ മനതൃപ്തിയാവോളം നിനക്ക് മുന്തിരി ഭക്ഷിക്കാം. എന്നാൽ നിന്റെ കുട്ടയിലേക്ക് ഇടരുത്. നിന്റെ അയൽക്കാരന്റെ കതിർവയലിലൂടെ കടന്നു പോകുമ്പോൾ നിനക്ക് കൈകൊണ്ട് കതിർമണികൾ പറിക്കാം. എന്നാൽ നിന്റെ അയൽക്കാരന്റെ കതിരിന്മേൽ നീ അരിവാൾ വയ്ക്കരുത്. നിയമാവർത്തന പുസ്തകം 24-ാം അധ്യായം. ഒരാൾ ഒരുവളെ സ്വീകരിച്ച് അവളുടെ ഭർത്താവായിരിക്കെ ആഭാസകരമായ എന്തെങ്കിലും അവളിൽ കണ്ടെത്തിയതുവഴി അവൾ അവന്റെ ദൃഷ്ടിയിൽ പ്രീതി കണ്ടെത്താതായാൽ അവൾക്ക് ഉപേക്ഷാപത്രം എഴുതി അവളുടെ കയ്യിൽ നൽകി അവൻ അവളെ തൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാം. അവൾ അവന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു ചെന്ന് മറ്റൊരു പുരുഷൻ്റെതായി തീരുന്നു എന്നിരിക്കട്ടെ.
അടുത്തയാളും അവളെ വെറുത്ത് അവൾക്ക് ഉപേക്ഷാപത്രം എഴുതി അവളുടെ കയ്യിൽ നൽകി തൻ്റെ വീട്ടിൽ നിന്ന് അവളെ പറഞ്ഞയക്കുകയോ അവളെ രണ്ടാമത് ഭാര്യയായി സ്വീകരിച്ചയാൾ മരിച്ചു പോകുകയോ ചെയ്താൽ അവൾ മലിനയായി തീർന്ന ശേഷം അവളെ പറഞ്ഞയച്ച ആദ്യ ഭർത്താവ് അവൾ തൻ്റെ ഭാര്യയായി തീരേണ്ടതിന് അവളെ സ്വീകരിക്കാൻ തിരികെ ചെല്ലാൻ പാടുള്ളതല്ല. കാരണം കർത്തൃസന്നിധിയിൽ അത് നിന്ദ്യമാണ്. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശം നീ മലിനമാക്കരുത്. ഒരാൾ ഒരു പുതുമണവാട്ടിയെ സ്വീകരിച്ചാൽ അവൻ സൈന്യത്തോടൊപ്പം പുറപ്പെടരുത്. ഒരു ഉത്തരവാദിത്വവും അവൻ്റെ മേൽ ചുമത്തരുത്. തൻ്റെ കുടുംബത്തിനു വേണ്ടി 1 വർഷം അവൻ ഉത്തരവാദിത്വ മുക്തനായിരിക്കും. പരിണയിച്ച ഭാര്യയോടൊപ്പം അവൻ സന്തോഷിക്കട്ടെ. ആട്ടുകല്ലോ മേൽക്കല്ലോ ആരും പണയം വാങ്ങരുത്. കാരണം ജീവൻ തന്നെയാണ് അവൻ പണയം വാങ്ങുന്നത്. ആരെങ്കിലും ഒരാൾ തൻ്റെ സഹോദരരായ ഇസ്രായേല്യരിൽ നിന്ന് ഒരു വ്യക്തിയെ മോഷ്ടിച്ച് അവനെ നിഷ്ഠൂരമായി പീഡിപ്പിക്കുകയും വിൽക്കുകയും ചെയ്യുന്നതായി കാണപ്പെട്ടാൽ ആ മോഷ്ടാവ് മരിക്കണം. അങ്ങനെ ആ തിന്മ നിന്റെ ഇടയിൽ നിന്ന് നീ ഉന്മൂലനം ചെയ്യണം. കുഷ്ഠബാധ അങ്ങേയറ്റം ശ്രദ്ധിക്കാനും വേണ്ടത് ചെയ്യാനും നീ ജാഗ്രത കാട്ടണം. ഞാൻ ലേവായ പുരോഹിതരെ അനുശാസിച്ചിട്ടുള്ളതുപോലെ അവർ നിങ്ങളെ പഠിപ്പിക്കുന്നതെല്ലാം അനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു പോന്നപ്പോൾ നിന്റെ ദൈവമായ കർത്താവ് മിരിയാമിനോട് വഴിയിൽ വെച്ച് ചെയ്തത് ഓർക്കണം. നിന്റെ അയൽക്കാരന് നീ എന്തെങ്കിലും കടം കൊടുക്കുമ്പോൾ അതിൻ്റെ പണയം ഈടാക്കാനായി അവൻ്റെ വീട്ടിനകത്ത് കടക്കരുത്. നീ പുറത്തു നിൽക്കണം. നീ വായ്പ കൊടുക്കുന്ന ആൾ പണയവസ്തു പുറത്ത് നിന്റെ പക്കൽ കൊണ്ടുവരട്ടെ. അയാൾ അഗതിയാണെങ്കിൽ അവൻ്റെ പണയവസ്തുവിൽ നീ ഉറങ്ങരുത്. സൂര്യൻ അസ്തമിക്കുമ്പോൾ പണയവസ്തു നീ തിരികെ കൊടുത്തിരിക്കണം. തൻ്റെ വസ്ത്രത്തിൽ അവൻ കിടക്കുകയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും. അത് നിന്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നിനക്ക് നീതിയായി പരിണമിക്കും. നിന്റെ സഹോദരരിൽ നിന്നോ നിന്റെ ദേശത്തെ കവാടങ്ങളിലെ പ്രവാസിയിൽ നിന്നോ ഉള്ള അഗതിയോ ദരിദ്രനോ ആയ കൂലിക്കാരനെ നീ ഞെരുക്കരുത്. നീ അവൻ്റെ കൂലി അന്നന്ന് നൽകണം. സൂര്യൻ അതിന്മേൽ അസ്തമിക്കരുത്. എന്തെന്നാൽ അവൻ അഗതിയും അതിനുവേണ്ടി ആറ്റുനോറ്റിരിക്കുന്നവനുമാണ്. നിനക്ക് പാപമാകും വിധം അവൻ നിനക്കെതിരെ കർത്താവിനോട് നിലവിളിക്കാതിരിക്കാനാണിത്. മക്കളെ പ്രതി പിതാക്കന്മാർ വധിക്കപ്പെടരുത്. പിതാക്കന്മാരെ പ്രതി മക്കളും വധിക്കപ്പെടരുത്. അവർ വധിക്കപ്പെടേണ്ടത് അവനവന്റെ പാപത്തെ പ്രതിയാണ്. പ്രവാസിയുടെയും അനാഥന്റെയും ന്യായം നീ തകിടം മറിക്കരുത്. വിധവയുടെ വസ്ത്രം നീ പണയം വാങ്ങരുത്. നീ ഈജിപ്തിൽ അടിമയായിരുന്നെന്നും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അവിടെ നിന്ന് വീണ്ടെടുത്തെന്നും നീ ഓർക്കണം. അതുകൊണ്ടാണ് ഇക്കാര്യം ചെയ്യാൻ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നത്. നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സകല കരവേലയിലും നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് വയലിൽ നിന്റെ വിളവ് നീ കൊയ്യുമ്പോൾ ഒരു കറ്റ വയലിൽ മറന്നാൽ അതെടുക്കാൻ തിരികെ പോകരുത്. അത് പ്രവാസിക്കും അനാഥനും വിധവയ്ക്കും ഉള്ളതാണ്. നീ നിന്റെ ഒലിവ് തല്ലിപ്പറിക്കുമ്പോൾ പിന്നാലെ കൊമ്പുകൾ തപ്പിപ്പറിക്കരുത്. അത് പ്രവാസിക്കും അനാഥനും വിധവയ്ക്കും ഉള്ളതാണ്. നീ നിന്റെ മുന്തിരി പറിക്കുമ്പോൾ പിന്നാലെ കാലാപ്പെറുക്കരുത്. അത് പ്രവാസിക്കും അനാഥനും വിധവയ്ക്കും ഉള്ളതാണ്. ഈജിപ്ത് ദേശത്ത് നീ അടിമയായിരുന്നു എന്നോർക്കണം. അതുകൊണ്ടാണ് ഇക്കാര്യം ചെയ്യാൻ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നത്. 137 സങ്കീർത്തനം. ബാബിലോൺ നദികൾക്കരികെ വെച്ച് സിയോനെ ഞങ്ങൾ ഓർത്തപ്പോൾ അവിടെ കരഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇരുന്നു. നടുവിലുള്ള അലരിമരങ്ങളിൽ ഞങ്ങളുടെ കിന്നരങ്ങൾ ഞങ്ങൾ തൂക്കിയിട്ടു. എന്തെന്നാൽ ഞങ്ങളെ പ്രവാസികളാക്കിയവർ പാട്ടിന്റെ ശീലുകളും ദണ്ണിപ്പിച്ചവർ വിനോദഗീതവും ഞങ്ങളോട് ആവശ്യപ്പെട്ടു. സിയോൻ ഗീതത്തിൽ ചിലത് ഞങ്ങൾക്കായി ആലപിക്കുവിൻ. വിദേശ മണ്ണിൽ ഞങ്ങൾ എങ്ങനെ കർത്തൃഗീതം ആലപിക്കും? ജെറുസലമേ, നിന്നെ ഞാൻ മറക്കുന്നെങ്കിൽ എൻ്റെ വലത്തുകൈ എന്നെ മറന്നു പോകട്ടെ. നിന്നെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ, എൻ്റെ സന്തോഷത്തിൻ്റെ ഉച്ചിയിൽ ജെറുസലേമിനെ ഞാൻ പ്രതിഷ്ഠിക്കുന്നില്ലെങ്കിൽ എൻ്റെ നാവ് എൻ്റെ താലുവിനോട് ഒട്ടിപ്പോകട്ടെ. അവളെ ഇടിച്ചു നിരത്തുവിൻ, അടിത്തറ വരെ ഇടിച്ചു നിരത്തുവിൻ എന്ന് പറഞ്ഞ ഏദോമ്യർക്കെതിരെ കർത്താവെ, ജെറുസലേമിന്റെ ദിവസം ഓർക്കണമേ. നാശോന്മുഖയായ ബാബിലോൺ പുത്രി, നീ ഞങ്ങളോട് ഇങ്ങോട്ട് ചെയ്ത പ്രതികാരം കൊണ്ട് തന്നെ നിന്നോട് പകരം ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ കുഞ്ഞുങ്ങളെ പിടികൂടി ശിലയിൽ അടിക്കുന്നവൻ ഭാഗ്യവാൻ. 138 സങ്കീർത്തനം. കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് ഞാൻ കൃതജ്ഞത അർപ്പിക്കും. ദേവന്മാരുടെ മുമ്പിൽ അങ്ങയെ ആയിരിക്കും ഞാൻ പാടിപ്പുകഴ്ത്തുന്നത്. ഞാൻ ആരാധിക്കുന്നത് അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെയായിരിക്കും. അങ്ങയുടെ കരുണയെ പ്രതിയും വിശ്വസ്തതയെ പ്രതിയും അങ്ങയുടെ നാമം ഞാൻ ഏറ്റുപറയും. മറ്റെന്തിനുമുപരി അങ്ങയുടെ നാമം, അങ്ങയുടെ വചസ് അങ്ങ് മഹത്തരമാക്കിയല്ലോ.
ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അങ്ങ് എനിക്ക് ഉത്തരമരുളി. എൻ്റെ ആത്മാവിൽ അങ്ങ് ശക്തി പകർന്നു. കർത്താവെ, ഭൂമിയിലെ രാജാക്കന്മാരെല്ലാം അങ്ങയെ അംഗീകരിച്ചു പറയും. എന്തെന്നാൽ അവർ അങ്ങയുടെ വാമൊഴികൾ കേട്ടിരിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം വലുതാണ് എന്ന് അവർ കർത്താവിൻ്റെ വഴികളെക്കുറിച്ച് പാടും. കർത്താവ് ഉന്നതനാണെങ്കിലും താണവനെ കടാക്ഷിക്കും. അഹങ്കാരിയെ അവിടുന്ന് അകലെ വച്ചു തന്നെ അറിയുന്നു. കഷ്ടതയുടെ നടുവിൽ ഞാൻ നടന്നാലും എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിനെതിരെ കൈനീട്ടി അങ്ങ് എന്നെ ഉജ്ജീവിപ്പിക്കും. അങ്ങേ വലത്തുകൈ എന്നെ രക്ഷിക്കും. എനിക്ക് അനുകൂലമായി അങ്ങ് എല്ലാം നിറവേറ്റും. കർത്താവെ, അങ്ങയുടെ കാരുണ്യം ശാശ്വതമാണ്. അങ്ങയുടെ കരവേലകളെ പരിത്യജിക്കരുതേ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 16 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. ആരും വിളക്ക് കൊളുത്തി പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിനടിയിൽ വയ്ക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർ വെളിച്ചം കാണാൻ അത് ദീപപീഠത്തിന്മേൽ വയ്ക്കുന്നു. വെളിപ്പെടുത്തപ്പെടാതെ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. അറിയപ്പെടാതെയും വെളിച്ചത്തു വരാതെയും മറഞ്ഞിരിക്കുന്നതും ഒന്നുമില്ല. ആകയാൽ നിങ്ങൾ എപ്രകാരമാണ് കേൾക്കുന്നതെന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്തെന്നാൽ ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉണ്ടെന്ന് അവൻ വിചാരിക്കുന്നതുകൂടിയും എടുക്കപ്പെടും. പിന്നീട് അവൻ്റെ അമ്മയും സഹോദരരും അവൻ്റെ അടുത്തു വന്നു. എന്നാൽ ജനക്കൂട്ടം നിമിത്തം അവനുമായി കണ്ടുമുട്ടാൻ കഴിഞ്ഞില്ല. നിന്റെ അമ്മയും നിന്റെ സഹോദരരും നിന്നെ കാണാൻ ആഗ്രഹിച്ചു പുറത്തു നിൽക്കുന്നു എന്ന് അവർ അറിയിച്ചു. അവൻ അവരോട് മറുപടി പറഞ്ഞു, ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുകയും നിറവേറ്റുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരരും. ഒരു ദിവസം യേശുവും അവൻ്റെ ശിഷ്യന്മാരും വഞ്ചിയിൽ കയറി. അവൻ അവരോട് പറഞ്ഞു, നമുക്ക് തടാകത്തിൻ്റെ മറുകരയ്ക്ക് പോകാം. അവർ പുറപ്പെട്ടു. അവർ തുഴഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവൻ ഉറങ്ങി. അപ്പോൾ തടാകത്തിൽ കൊടുങ്കാറ്റുണ്ടായി. മുങ്ങിത്തുടങ്ങിയ അവർ അപകടത്തിലായി. അവർ അടുത്തു വന്ന്, ഗുരു ഗുരു, ഞങ്ങൾ നശിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും തിരകളെയും ശാസിച്ചു. അവ നിലച്ചു, ശാന്തതയുണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ വിശ്വാസം എവിടെ? അവർ ഭയന്ന് അത്ഭുതത്തോടെ അന്യോന്യം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അവനെ അനുസരിക്കുകയും ചെയ്യുന്നല്ലോ. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.